We have discussed about the topic utility in this class. What is the meaning of utility? Utility means usefulness. In economics, utility is the capacity of a commodity to satisfy human wants. Utility is the quality in goods to satisfy human wants. It is said that one satisfying capacity of goods or service is called utility. അപ്പോൾ എന്താണ് യൂട്ടിലിറ്റി എന്നുള്ള കോൺസെപ്റ്റിൻ്റെ മീനിങ് എന്താണ്? യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജനറലായിട്ട് നമ്മൾ പറയും യൂസ്ഫുൾനെസ് ആണ്. പക്ഷേ എക്കണോമിക്സിൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമോഡിറ്റിയുടെ വൺ സാറ്റിസ്ഫൈങ് പവർ, ഹ്യൂമൻ വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒരു കമോഡിറ്റിയുടെ കപ്പാസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പവറിനെയാണ് നമ്മൾ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. യൂട്ടിലിറ്റി ഈസ് ദ ക്വാളിറ്റി ഇൻ ഗുഡ്സ് ടു സാറ്റിസ്ഫൈ ഹ്യൂമൻ വാണ്ട്സ്. പിന്നെ നമ്മൾ പറഞ്ഞു വൺ സാറ്റിസ്ഫൈങ് കപ്പാസിറ്റിയാണ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസിൻ്റെ വൺ സാറ്റിസ്ഫൈങ് കപ്പാസിറ്റി, നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കാനായിട്ടുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ പവറിനെയാണ് നമ്മൾ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. യൂട്ടിലിറ്റി മെഷർ ചെയ്യാനായിട്ടുള്ള മെഷർമെൻ്റ് ആണ് യൂട്ടിൽസ്. യൂട്ടിൽസ് എന്നാണ് യൂട്ടിലിറ്റിയുടെ മെഷർമെൻറ്റിന് പറയാം, UTILS, യൂട്ടിൽസ്. ഇനി അക്കോർഡിംഗ് ടു പ്രൊഫസർ വോക്ക്, യൂട്ടിലിറ്റി ഈസ് ദ പവർ ഓഫ് കമോഡിറ്റി ടു സാറ്റിസ്ഫൈ ഹ്യൂമൻ വാണ്ട്സ്. യൂട്ടിലിറ്റിയുടെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, യൂട്ടിലിറ്റി ഈസ് ദ പവർ ഓഫ് കമോഡിറ്റി ടു സാറ്റിസ്ഫൈ ഹ്യൂമൻ വാണ്ട്സ്. അപ്പോൾ അതിൽ മീനിങ് പറഞ്ഞു, യൂട്ടിലിറ്റിയുടെ മെഷർമെൻറ്റ് യൂട്ടിൽസ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, പ്രൊഫസർ വോഗിൻ്റെ ഒരു ഡെഫിനിഷൻ, യൂട്ടിലിറ്റി ഈസ് ദ പവർ ഓഫ് കമോഡിറ്റി ടു സാറ്റിസ്ഫൈ ഹ്യൂമൻ വാണ്ട്സ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കൈൻഡ്സ് ഓഫ് യൂട്ടിലിറ്റി ആണ്. കൈൻഡ്സ് ഓഫ് യൂട്ടിലിറ്റി എന്ന് പറയും, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് യൂട്ടിലിറ്റി എന്ന് പറയും, അല്ലെങ്കിൽ മെഷേഴ്സ് ഓഫ് യൂട്ടിലിറ്റി എന്നൊക്കെ പറയുന്നത് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാം. Utility are of three kinds: marginal utility, total utility, average utility. ഇനി ഓരോന്നും എന്താ നോക്കാം. ഫസ്റ്റ് വൺ നമുക്ക് ടോട്ടൽ യൂട്ടിലിറ്റി നോക്കാം. ടോട്ടൽ യൂട്ടിലിറ്റി ഈസ് ദ യൂട്ടിലിറ്റി ഫ്രം ഓൾ യൂണിറ്റ്സ് ഓഫ് കൺസംഷൻ. മൊത്തമായിട്ട് കൺസ്യൂം ചെയ്യുമ്പോൾ കിട്ടുന്ന യൂട്ടിലിറ്റിയാണ് ടോട്ടൽ യൂട്ടിലിറ്റി. അക്കോർഡിംഗ് ടു മേയറുടെ ഡെഫിനിഷൻ കൊടുത്തിരിക്കുകയാണ്, ടോട്ടൽ യൂട്ടിലിറ്റി ഈസ് ദ സം ഓഫ് ദ മാർജിനൽ യൂട്ടിലിറ്റീസ് അസോസിയേറ്റഡ് വിത്ത് ദ കൺസംഷൻ ഓഫ് സക്സസീവ് യൂണിറ്റ്സ്. മാർജിനൽ യൂട്ടിലിറ്റീസിൻ്റെ സമ്മാണ് നമുക്ക് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയാം. നമുക്കതിനെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്പർ ഓഫ് ബ്രെഡ് കൺസ്യൂംഡും അതുപോലെ തന്നെ ടോട്ടൽ യൂട്ടിലിറ്റിയാണ്, 2 കോളം. അപ്പോൾ ഫസ്റ്റ് ബ്രെഡ് കൺസ്യൂം ചെയ്യുമ്പോൾ കിട്ടുന്ന ടോട്ടൽ യൂട്ടിലിറ്റിയാണ് 16 യൂണിറ്റ്സ് യൂട്ടിൽസ്. അതുപോലെ തന്നെ സെക്കൻഡ് യൂണിറ്റ് ഓഫ് ബ്രെഡും കൂടെ, രണ്ടാമത്തെ യൂണിറ്റ് ഓഫ് ബ്രെഡ് കൺസ്യൂം ചെയ്തപ്പോൾ കിട്ടിയ ടോട്ടൽ യൂട്ടിലിറ്റിയാണ് 28. ദെൻ തേർഡ് ആകുമ്പോൾ 36, ഫോർത്ത് ടോട്ടൽ യൂട്ടിലിറ്റി 40, ഫിഫ്ത്ത് ആയപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി സെയിം തന്നെയാണ്, 40 തന്നെയാണ്. സിക്സ്ത് യൂണിറ്റ് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി ഡിക്രീസ് ചെയ്തു, 36 ആയി. സെവൻത്ത് യൂണിറ്റ് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി വീണ്ടും ഡിക്രീസ് ചെയ്തു, 28 ആയി. അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റിയുടെ ടേബിൾ നോട്ട് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ആവറേജ് യൂട്ടിലിറ്റിയാണ്. Average utility is that utility in which the total unit of consumption of goods is divided by the number of total units. Average utility കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ടോട്ടൽ യൂണിറ്റ് ഓഫ് കൺസംഷൻ എത്രയാണോ ടോട്ടൽ യൂണിറ്റ് ഓഫ് കൺസംഷൻ അതിന് നമുക്ക് ടോട്ടൽ യൂണിറ്റ്സ് ഓഫ് നമ്പർ ഓഫ് ടോട്ടൽ യൂണിറ്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. The quotient is known as average utility. For example, if the utility of 4 bread is 40, then the average utility of 3 bread will be 12 if the total utility of 3 bread is 36. നമുക്ക് നോക്കാം, ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ടോട്ടൽ യൂട്ടിലിറ്റി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ബ്രെഡ്. എത്ര നമ്പർ ഓഫ് ബ്രെഡാണ് കൺസ്യൂം ചെയ്യുന്നത് അതിന് ടോട്ടൽ യൂട്ടിലിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ആവറേജ് യൂട്ടിലിറ്റി. ഇപ്പോൾ ഫസ്റ്റ് കേസിൽ നമ്പർ ഓഫ് ബ്രെഡ് 1 ആണ്, ടോട്ടൽ യൂട്ടിലിറ്റി 16 ആണ്. ആവറേജ് യൂട്ടിലിറ്റി 16/1 ഈക്വൽ 16 തന്നെ കിട്ടി. അതുപോലെ തന്നെ സെക്കൻഡ് കേസിൽ നമ്പർ ഓഫ് ബ്രെഡ് കൺസ്യൂം ചെയ്യുന്നത് 2 ആണ്, ടോട്ടൽ യൂട്ടിലിറ്റി 28 ആണ്. അപ്പോൾ 28 ഡിവൈഡഡ് ബൈ 2, ആവറേജ് യൂട്ടിലിറ്റി 14 കിട്ടി അല്ലേ. ടോട്ടൽ യൂട്ടിലിറ്റി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് കൺസ്യൂംഡ്. അപ്പോൾ നമ്മളിവിടെ ബ്രെഡാണ് എക്സാമ്പിളായിട്ട് എടുത്തിരിക്കുന്നത്. തേർഡ് നമ്പർ ഓഫ് ബ്രെഡ് 3 യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി 36 ആണ്, ആവറേജ് യൂട്ടിലിറ്റി 36 ഡിവൈഡഡ് ബൈ 3, 12. അപ്പോൾ അങ്ങനെ ഓരോന്നിൻ്റെയും ടോട്ടൽ യൂട്ടിലിറ്റി ബൈ നമ്പർ ഡിവൈഡ് ചെയ്ത് നമുക്ക് ആവറേജ് യൂട്ടിലിറ്റി കിട്ടി. നോക്കിയാൽ ലാസ്റ്റ് പാർട്ട് ആയപ്പോഴത്തേക്കും ആവറേജ് യൂട്ടിലിറ്റി
8 ആയിരുന്നു. 5 യൂണിറ്റ്സ് ബ്രെഡ് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് 6 ആയിട്ട് റെഡ്യൂസ് ചെയ്തു. വീണ്ടും അത് 7 യൂണിറ്റ് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആവറേജ് യൂട്ടിലിറ്റി 4 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ഒരു ടേബിൾ ക്ലിയർ ആണ്. അപ്പോൾ ഈ ഒരു ടേബിളിൽ നമ്മൾ പറഞ്ഞത് ആവറേജ് യൂട്ടിലിറ്റി ആണ്. ആവറേജ് യൂട്ടിലിറ്റി കണ്ടുപിടിക്കാനായിട്ട് ടോട്ടൽ യൂട്ടിലിറ്റി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് കൺസ്യൂംഡ്. Marginal utility. Marginal utility is the utility derived from the last or marginal unit of consumption. It refers to the additional utility derived from an extra unit of the given commodity purchased, acquired or consumed by consumer. അപ്പോൾ മാർജിനൽ എന്നുള്ള വേർഡിൻ്റെ മീനിങ് തന്നെ അഡീഷണൽ എന്നുള്ളതാണ്. മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷണൽ യൂട്ടിലിറ്റി കിട്ടുന്നത് എപ്പോഴാണ്? എക്സ്ട്രാ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ, അതായത് ആ കമ്മോഡിറ്റിയുടെ ഒരു എക്സ്ട്രാ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ ഡിറൈവ് ചെയ്ത് കിട്ടുന്ന യൂട്ടിലിറ്റിനെയാണ് അഡീഷണൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയാം. അപ്പോൾ നമുക്ക് അതിനെ ഒരു ടേബിൾ കാണിച്ചിട്ടുണ്ട്. അതിൽ 3 കോളമാണ് കൊടുത്തിരിക്കുന്നത്. നമ്പർ ഓഫ് ബ്രെഡ് കൺസ്യൂംഡ് ആണ്. സെക്കൻഡ് കോളം ടോട്ടൽ യൂട്ടിലിറ്റി, തേർഡ് കോളം മാർജിനൽ യൂട്ടിലിറ്റി. അപ്പോൾ ഫസ്റ്റ് നമ്പർ അല്ലെങ്കിൽ ആദ്യത്തെ യൂണിറ്റ് ഓഫ് ബ്രെഡ് കൺസ്യൂം ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ടോട്ടൽ യൂട്ടിലിറ്റി ആണ് 16. അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി ആ സെയിം ടോട്ടൽ യൂട്ടിലിറ്റി തന്നെ എഴുതാം. രണ്ടാമത്തെ യൂണിറ്റ് ഓഫ് ബ്രെഡ് കൺസ്യൂം ചെയ്യുമ്പോൾ കിട്ടുന്ന ടോട്ടൽ യൂട്ടിലിറ്റി 28 ആണ്. നമ്മൾ നേരത്തെ കണ്ടു. മാർജിനൽ യൂട്ടിലിറ്റി കണ്ടുപിടിക്കാനായിട്ട് 28 മൈനസ് 16, അതായത് ആ ഒരു കറണ്ട് ആയിട്ടുള്ള യൂട്ടിലിറ്റി, അതായത് സെക്കൻഡ് ബ്രെഡ് കൺസ്യൂം ചെയ്യുമ്പോൾ കിട്ടുന്ന ടോട്ടൽ യൂട്ടിലിറ്റി മൈനസ് അതിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ കിട്ടുന്ന ടോട്ടൽ യൂട്ടിലിറ്റി, അതായത് പ്രീവിയസ് യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ കിട്ടുന്ന ടോട്ടൽ യൂട്ടിലിറ്റി. 28 മൈനസ് 16 നമുക്ക് 12 എന്ന് കിട്ടി. അടുത്ത കേസിൽ മാർജിനൽ യൂട്ടിലിറ്റി കണ്ടുപിടിക്കാനായിട്ട് 36 മൈനസ് 28, അടുത്തത് 40 മൈനസ് 36. നെക്സ്റ്റ് ഫിഫ്ത്ത് യൂണിറ്റ് ഓഫ് ബ്രെഡ് കൺസ്യൂം ചെയ്യുമ്പോൾ കിട്ടുന്ന ടോട്ടൽ യൂട്ടിലിറ്റി സെയിം 40 തന്നെയാണ്. ഫോർത്ത് യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോഴും ഫിഫ്ത്ത് യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോഴും സെയിം ടോട്ടൽ യൂട്ടിലിറ്റി ആണ്. അതുകൊണ്ട് തന്നെ മാർജിനൽ യൂട്ടിലിറ്റി ഫിഫ്ത്ത് യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റി 40 മൈനസ് 40 0 ആണ്. സിക്സ്ത് യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ കിട്ടുന്ന ടോട്ടൽ യൂട്ടിലിറ്റി 36 ആണ്. അപ്പോൾ 36 ആണ് ടോട്ടൽ യൂട്ടിലിറ്റി എങ്കിൽ മാർജിനൽ യൂട്ടിലിറ്റി കണ്ടുപിടിക്കുമ്പോൾ നമുക്കറിയാം 36, അതായത് ആ പീരീഡിലുള്ള ടോട്ടൽ യൂട്ടിലിറ്റി മൈനസ് അതിൻ്റെ തൊട്ട് മുകളിലത്തെ 36 മൈനസ് 40, പ്രീവിയസ് എത്രയാണോ അത് കൊടുക്കുക. 36 മൈനസ് 40 എന്ന് പറയുമ്പോൾ നമുക്ക് വാല്യൂ നെഗറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മാർജിനൽ യൂട്ടിലിറ്റി -4 എന്ന് കിട്ടും. സെവൻത്ത് യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി വീണ്ടും കുറയാണ്, 28 ആയി. അപ്പോൾ 28 മൈനസ് അതിൻ്റെ പ്രീവിയസ് 36 ഈക്വൽ -8. അപ്പോൾ അവിടെ സിമ്പിൾ ശ്രദ്ധിക്കുക. മാർജിനൽ യൂട്ടിലിറ്റി ആദ്യം പോസിറ്റീവ് ആയിരുന്നു, അത് 16, പിന്നെ 12 ആയി, 8 ആയി, 4 ആയി, പിന്നീട് മാർജിനൽ യൂട്ടിലിറ്റി 0 ആയി. ഫിഫ്ത്ത് യൂണിറ്റ് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി 0 ആയി. അത് കഴിഞ്ഞ് സിക്സ്ത്തും സെവൻത്തും യൂണിറ്റിലെ മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവ് ആണ്. അത് നോട്ട് ചെയ്യുക. ഇനി നമുക്ക് എല്ലാം കൂടെ നമ്മൾ നോക്കുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ടോട്ടൽ യൂട്ടിലിറ്റിയും ആവറേജ് യൂട്ടിലിറ്റിയും മാർജിനൽ യൂട്ടിലിറ്റിയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ടേബിളിൽ കാണിച്ചിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ടോട്ടൽ യൂട്ടിലിറ്റി നോക്കുക. ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യായിരുന്നു, പിന്നെ ഫിഫ്ത്ത് യൂണിറ്റ് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഡിക്രീസ് ചെയ്യാൻ തുടങ്ങി. ആവറേജ് യൂട്ടിലിറ്റി ആണെങ്കിലും അതുപോലെ തന്നെ ഇൻക്രീസ് ചെയ്തു, പിന്നെ അത് ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഒരിക്കലും ആവറേജ് യൂട്ടിലിറ്റിയും ടോട്ടൽ യൂട്ടിലിറ്റിയും ഒന്നും 0 ലെവലിലേക്ക് പോയിട്ടില്ല. ഇല്ല, ആവറേജ് യൂട്ടിലിറ്റി 0 ആയിട്ട് വന്നിട്ടില്ല. പക്ഷെ മാർജിനൽ യൂട്ടിലിറ്റി ആദ്യം 16 ആയിരുന്നു, അത് പിന്നെ കുറഞ്ഞു, അങ്ങനെ 0 വരെ വന്നു. അതിനുശേഷം മാർജിനൽ യൂട്ടിലിറ്റിയുടെ വാല്യൂസ് നെഗറ്റീവായിട്ട് മാറി, -4ഉം -8. ഇനി നമുക്കതിൽ പറയാനുള്ളത് റിലേഷൻഷിപ്പാണ്. ടോട്ടൽ യൂട്ടിലിറ്റിയും മാർജിനൽ യൂട്ടിലിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അപ്പോൾ അതിൽ നമുക്കറിയാം ടോട്ടൽ യൂട്ടിലിറ്റിയും മാർജിനൽ യൂട്ടിലിറ്റിയും വളരെ ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ട്. ടോട്ടൽ യൂട്ടിലിറ്റിയിൽ നിന്നാണ് നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി ഡിറൈവ് ചെയ്തത്, അല്ലേ? ടോട്ടൽ യൂട്ടിലിറ്റിയിൽ നിന്ന് തന്നെയാണ് ആവറേജ് യൂട്ടിലിറ്റിയും അതുപോലെ തന്നെ മാർജിനൽ യൂട്ടിലിറ്റിയും ഡിറൈവ് ചെയ്തത്. As there is increase in the unit of particular commodity, the marginal utility goes on diminishing and the total utility goes on increasing. Total utility goes on increasing up to the extent till the marginal utility becomes 0. When marginal utility is 0, total utility is maximum. After 0, marginal utility comes to negative and the result is that total utility starts reducing. Relationship between total utility and marginal utility can be stated as follows. അപ്പോൾ നമുക്ക് ഈ ഒരു റിസൾട്ട് നമുക്ക് ഈ ടേബിൾ വെച്ച് തന്നെ പറയാം. ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യണു, ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ആവറേജ് യൂട്ടിലിറ്റിയും ഇൻക്രീസ് ചെയ്യുന്നു. ടോട്ടൽ യൂട്ടിലിറ്റി ഫോൾ ചെയ്യുന്ന സമയത്ത് ആവറേജ് യൂട്ടിലിറ്റിയും ഫോൾ ചെയ്യുന്നു, അല്ലേ? ടോട്ടൽ യൂട്ടിലിറ്റി ഏറ്റവും
മാക്സിമം ടോട്ടൽ യൂട്ടിലിറ്റി എത്തുന്ന സമയമാണ് നമുക്കറിയാം 40 ആണ് ടോട്ടൽ യൂട്ടിലിറ്റി ഏറ്റവും മാക്സിമം ആയ സമയം അല്ലേ. 5th യൂണിറ്റ് ഓഫ് ബ്രെഡ് കൺസ്യൂം ചെയ്തപ്പോഴാണ് ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം ആയത്. ആ മാക്സിമം ടോട്ടൽ യൂട്ടിലിറ്റി നിൽക്കുന്ന സമയത്താണ് നമ്മുടെ മാർജിനൽ യൂട്ടിലിറ്റി 0 ആയിട്ട് മാറുന്നത്. ഓക്കെ, നെക്സ്റ്റ് 6th 7th ആയപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി ഫോൾ ചെയ്യാൻ തുടങ്ങി. അതേസമയം ആവറേജ് യൂട്ടിലിറ്റിയും ഫോൾ ചെയ്യാൻ തുടങ്ങി. മാർജിൻ യൂട്ടിലിറ്റി ഡിക്രീസ് ചെയ്തു എന്ന് മാത്രമല്ല അത് നെഗറ്റീവ് വാല്യൂ ആയിട്ട് കുറയാൻ ഡിമിനിഷ് ചെയ്യാനായിട്ട് തുടങ്ങി. നെഗറ്റീവ് വാല്യൂ ആയിട്ട് -4ഉം -8ഉം ആയിട്ട് വന്നു. അപ്പോൾ അതിൻ്റെ ഒരു കൺക്ലൂഷൻ പോലെ പറയുകയാണ് റിലേഷൻഷിപ്പിന്. മാർജിൻ യൂട്ടിലിറ്റി റെഡ്യൂസ് ചെയ്യുന്നു. ദ ടോട്ടൽ യൂട്ടിലിറ്റി will increase so long margin utility does not become 0. Total utility increase ചെയ്യണു. ഏത് പോയിന്റ് വരെയാണ് ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്? മാർജിൻ യൂട്ടിലിറ്റി 0 ആവുന്ന പോയിന്റ് വരെ. ഓക്കെ, വെൻ മാർജിൻ യൂട്ടിലിറ്റി ബിക്കം 0, മാർജിൻ യൂട്ടിലിറ്റി 0 ആയിട്ടുള്ള പോയിന്റിൽ ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം ആണ്. ആഫ്റ്റർ 0 മാർജിൻ യൂട്ടിലിറ്റി ഈസ് നെഗറ്റീവ്. അതിനുശേഷം മാർജിൻ യൂട്ടിലിറ്റി 0 എന്നുള്ള പോയിന്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ എന്താ സംഭവിക്കുന്നത്? മാർജിൻ യൂട്ടിലിറ്റി നെഗറ്റീവായിട്ട് മാറുന്നു. ദർ ഈസ് റിഡക്ഷൻ ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി. നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ നോക്കാം. ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം ആവുന്ന സമയത്താണ് മാർജിൻ യൂട്ടിലിറ്റി 0 ആവുന്നത്. ഈ ഒരു മാക്സിമം പോയിന്റ് കഴിയുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി കുറഞ്ഞു വരികയാണ്. 36 28 ഒക്കെ ആയിട്ട് കുറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് ആവറേജ് യൂട്ടിലിറ്റിയും കുറയുന്നു, മാർജിൻ യൂട്ടിലിറ്റിയും കുറയുന്നു. മാർജിൻ യൂട്ടിലിറ്റി ആഫ്റ്റർ 0 എന്ന് പറയുന്ന പോയിന്റിന് ശേഷം മാർജിൻ യൂട്ടിലിറ്റി നെഗറ്റീവായിട്ട് മാറുന്നു. ആ കാര്യങ്ങളാണ് നമ്മളിവിടെ റിലേഷൻഷിപ്പിൽ പറയേണ്ടത്. ഇനി നമുക്കതിൻ്റെ ഗ്രാഫിക്കലായിട്ടുള്ള പ്രസൻറ്റേഷൻ ഒന്ന് കാണാം. ടോട്ടൽ യൂട്ടിലിറ്റി നോക്കാം. ടോട്ടൽ യൂട്ടിലിറ്റി ഫസ്റ്റ് സ്റ്റേജിൽ ഇൻക്രീസ് ചെയ്യാണ്. ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മുടെ ഈ ഒരു പോയിന്റ് നോക്കി, ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന പോയിന്റ്, 2 പോയിന്റ് നോക്കി. ആ 2 പോയിന്റ് ഒന്ന് 4th യൂണിറ്റ് ഓഫ് ബ്രെഡ് കൺസ്യൂം ചെയ്യുമ്പോഴും അതുപോലെ തന്നെ 5th യൂണിറ്റ് ഓഫ് ബ്രെഡ് കൺസ്യൂം ചെയ്യുമ്പോഴും, ഇതാ ഇവിടെ 4th and 5th യൂണിറ്റ് ഓഫ് ബ്രെഡ് കൺസ്യൂം ചെയ്യുമ്പോഴാണ് ഇതിൽ നിന്ന് കിട്ടുന്ന ടോട്ടൽ യൂട്ടിലിറ്റി 40 സെയിം വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ആയിട്ട് ഈ ഭാഗം നിൽക്കുന്നു. അതിനുശേഷം വീണ്ടും ടോട്ടൽ യൂട്ടിലിറ്റി ഫോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം വന്നു, പിന്നെ അത് വീണ്ടും ടോട്ടൽ യൂട്ടിലിറ്റി ഫോൾ ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ആവറേജ് യൂട്ടിലിറ്റി നോക്കി. ആവറേജ് യൂട്ടിലിറ്റി ഏറ്റവും ആദ്യം 16 ആയിരുന്നു 1 യൂണിറ്റ് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞപ്പോൾ. അത് ഫോൾ ചെയ്ത് എല്ലാ സ്റ്റേജിലും അത് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു ഇൻക്രീസ് നമ്മൾ കാണുന്നില്ല. ആവറേജ് യൂട്ടിലിറ്റി ഫോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. മാർജിനൽ യൂട്ടിലിറ്റിയും അതുപോലെ തന്നെ മാർജിനൽ യൂട്ടിലിറ്റി ഫോൾ ചെയ്യാണ്. പക്ഷേ മാർജിനൽ യൂട്ടിലിറ്റി ഫോൾ ചെയ്ത് നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം ആയിട്ട് വരുന്ന 40 ആയിട്ട് ടോട്ടൽ യൂട്ടിലിറ്റി വന്ന് 5th യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോഴാണ് ആ ഒരു പോയിന്റിൽ മാർജിനൽ യൂട്ടിലിറ്റി 0 ആയിട്ട് മാറുകയും അതിനുശേഷം 6th 7th യൂണിറ്റ് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞപ്പോൾ മാർജിൻ യൂട്ടിലിറ്റി നെഗറ്റീവായിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ നെഗറ്റീവായിട്ട് കാണിക്കാനാണ് ഇതിൻ്റെ താഴേക്ക് വരച്ചിരിക്കുന്നത്. നമ്മുടെ എക്സ് ആക്സിസ് അല്ലേ ഇത്, എക്സ് ആക്സിസിൻ്റെ താഴേക്ക് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇവ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസ് 0 കഴിഞ്ഞ് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കും. നെഗറ്റീവ് പാർട്ടും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കണം. നമ്മൾ സാധാരണ ഡയഗ്രാം വരയ്ക്കുമ്പോൾ എക്സ് ആക്സിസും വൈ ആക്സിസും മാത്രമാണ് വരയ്ക്കാറ് അല്ലേ. എക്സ് ആക്സിസും വൈ ആക്സിസും ഈ ഒരു ക്വാഡ്രന്റ് മാത്രമേ വരയ്ക്കാറുള്ളൂ. പക്ഷെ നമുക്കിവിടെ ഈ ഒരു വൈ ആക്സിസിനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കണം. നമുക്ക് നെഗറ്റീവ് പാർട്ടും കൂടെ മാർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നെഗറ്റീവ് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ കാണാം ഈ ഒരു പോയിന്റ് 5 യൂണിറ്റ് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞപ്പോൾ മാർജിൻ യൂട്ടിലിറ്റി 0 ആയി. അതിനുശേഷം മാർജിൻ യൂട്ടിലിറ്റി വീണ്ടും ഡിക്രീസ് ചെയ്ത് നെഗറ്റീവ് വാല്യൂയിലേക്ക് പോയി. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ പഠിക്കാനുള്ളത്. ഒന്നുകൂടെ നമുക്ക് ഒന്ന് നോക്കാം. യൂട്ടിലിറ്റി എന്താണെന്ന് പറഞ്ഞു, യൂട്ടിലിറ്റിയുടെ ഡെഫിനിഷൻ കണ്ടു, മീനിങ് പറഞ്ഞു, ഡെഫിനിഷൻ കണ്ടു. യൂട്ടിൽസ് ആണ് യൂട്ടിലിറ്റി മെഷർ ചെയ്യാനുള്ള മെഷർമെൻറ്റിന് പറയുന്ന പേരാണ് യൂട്ടിൽസ് എന്ന്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കൈൻഡ്സ് അല്ലെങ്കിൽ മെഷേഴ്സ് ഓഫ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. മാർജിനൽ, ടോട്ടൽ, ആവറേജ് യൂട്ടിലിറ്റി. ഇതിൻ്റെ ഓരോന്നിനെയും കാണിക്കാനായിട്ട് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ അതിൽ മൊത്തമായിട്ട് എത്രയാണ് കൺസ്യൂം ചെയ്യുന്നത് അതിൽ നിന്ന് കിട്ടുന്ന ഡിറൈവ് ചെയ്ത് വരുന്ന യൂട്ടിലിറ്റിയാണ്. അതുപോലെ തന്നെ ആവറേജ് യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റിനെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന വാല്യൂ ആണ്. മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ യൂട്ടിലിറ്റി നമുക്ക് ഓരോ പീരീഡിലെയും ടോട്ടൽ യൂട്ടിലിറ്റി അതിൻ്റെ പ്രീവിയസ് പീരീഡിലും തമ്മിൽ ഡിഡക്റ്റ് ചെയ്ത് അതിൻ്റെ മൈനസ് ചെയ്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് നമ്മുടെ മാർജിനൽ യൂട്ടിലിറ്റി. ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു ടേബിൾ നമ്മളിവിടെ പ്രസൻറ്റ് ചെയ്തു. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്തു, പിന്നെ അത് ഫോൾ ചെയ്യുന്നു. ആവറേജ് യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്തു, അതും കുറച്ച് കഴിയുമ്പോൾ ഫോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. മാർജിനൽ യൂട്ടിലിറ്റി ആദ്യം ഫോൾ ചെയ്യുന്നു, ഫോൾ ചെയ്തതിന് ശേഷം പിന്നെ അത് 0 ആയിട്ട് മാറും. 0 കഴിഞ്ഞ് അത് നെഗറ്റീവ് വാല്യൂ ആയിട്ട് മാറുന്നു.
അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ.